പുതിയൊരു ഇൽമ് ഏത് മജ്ലിസിൽ പോയിരുന്നാലും, ഏത് കിതാബ് നോക്കിയാലും, ഏത് പുസ്തകം വായിച്ചാലും അത് റാഹത്താണ് അല്ലേ? ഒരാൾക്ക് ഉപകാരപ്പെട്ടു, ഒരു കാര്യം മനസ്സിലായി, പഠനം നടന്നു എങ്കിൽ വിജയിച്ചു എന്നാണ് നമ്മൾ സ്വീകരിച്ചെങ്കിൽ വിജയിച്ചു, അങ്ങനെയാണ്. പക്ഷെ നമ്മള് മാനദണ്ഡങ്ങൾ വേറെയാണ്. നാട് മൊത്തം അങ്ങനെ ആവുമ്പോ അങ്ങനെ തന്നെ ആയി പോവാണ് നമ്മള്. പക്ഷെ നമ്മളൊന്ന് മാറി ചിന്തിക്കണം എന്നാണ് നമ്മുടെ ഈ ചർച്ചയുടെ ആകത്തുക. ഉഹദിനെ സംബന്ധിച്ച് നമ്മൾ പരാജയമാണെന്ന് പറയാം. അല്ലാഹ് എന്താ പറഞ്ഞെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلِيَعْلَمَ اللَّهُ الَّذِينَ آمَنُوا وَيَتَّخِذَ مِنكُمْ شُهَدَاءَ وَاللَّهُ لَا يُحِبُّ الظَّالِمِينَ وَلِيُمَحِّصَ اللَّهُ الَّذِينَ آمَنُوا وَيَمْحَقَ الْكَافِرِينَ. ആൽ ഇംറാൻ. എന്തിനാണ് നിങ്ങൾക്ക് യുദ്ധം പരാജയമായതെന്നറിയുമോ? വലിയഅലമ അല്ലാഹു അല്ലദീന ആമനൂ. നിങ്ങളിൽ ഈമാനുള്ളവർ എത്ര പേരുണ്ട്? ആരൊക്കെയാണ് നിങ്ങളിൽ മുനാഫിക്കുകൾ? ആരൊക്കെയാണ് പിന്തിരിഞ്ഞോടുന്നവര്? ആരൊക്കെയാണ് നബി തങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളത്? ഇവരാരൊക്കെയാണെന്നറിയാൻ തന്നെയാണ് അല്ലാഹു ഉഹദിനെ അങ്ങനെ പര്യവസാനിപ്പിച്ചത്. വയത്തഖിദ മിൻകും ശുഹദാ. നിങ്ങളിൽ ചില രക്തസാക്ഷികൾ ഉണ്ടാകണമെന്നും അല്ലാഹു തീരുമാനിച്ചു. യുദ്ധം പരാജയപ്പെടുമ്പോഴായിരിക്കും രക്തസാക്ഷികൾ ഉണ്ടാകാൻ അവസരമുണ്ടാവുക. ഒരു ഷഹീദിന്റെ പ്രതിഫലം എത്രയാണ്? ഒരു ഖത്റത്തു ദമങ്ങ് വീഴുമ്പോഴേക്കും അല്ലാഹുവിന്റെ അർശിലേക്ക് അത് തട്ടുകയല്ലോ. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് ബന്ധുക്കൾക്ക് ശഫാഅത്ത് എന്തെല്ലാം കിട്ടും. ശുഹദാ ഉണ്ടാവാനും നിങ്ങളിൽ ഈമാനുള്ളവർ ആരൊക്കെയാണെന്ന് അല്ലാഹ്ക്കറിയാം. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് അല്ലാഹു ഇങ്ങനെ ഒരു പണി ചെയ്തത്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب. ഉഹദിൽ നിങ്ങൾക്ക് പരാജയമായി, നിങ്ങളെല്ലാവരും പിന്തിരിഞ്ഞോടുകയും അല്ലാഹുവിന്റെ റസൂല് പോലും കൊല്ലപ്പെട്ടെന്ന് അവിടെ ദുർവ്യാഖ്യാനം നടക്കുകയും പ്രചാരണമുണ്ടാവുകയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപല്ല് പോലും പൊട്ടുകയും ചെയ്യുമാർ നിങ്ങൾക്കവിടെ പരീക്ഷണം ഉണ്ടാവാൻ കാരണം ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. നിങ്ങളിൽ ആരൊക്കെയാണ് നല്ലവർ, നിങ്ങളിൽ ആരൊക്കെയാണ് മോശപ്പെട്ടവരെന്ന് അല്ലാഹുവിന് വേർതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു ഒന്നുകൂടെ പറയട്ടെ, വമാ അസ്വാബകും യൗമൽ തഖൽ ജംആൻ ഫബിഇദ്നില്ലാഹി വലിയഅലമൽ മുഅ്മിനീൻ. ഉഹദിൽ നിങ്ങൾക്ക് പരാജയമുണ്ടായത്, ഉഹദിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് ഫബിഇദ്നില്ലാഹ്, അല്ലാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഉഹദിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടായത് അല്ലാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വലിയഅലമൽ മുഅ്മിനീൻ. ആരൊക്കെയാണോ അടിയുറച്ച് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ അവരെയൊന്ന് ശരിക്ക് മനസ്സിലാവാൻ തന്നെ. വലിയഅലമ الذين نافقوا وقيل لهم تعالوا قاتلوا في سبيل الله أو ادفعوا قالوا لو نعلم قتالا لاتبعناكم. അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വിളിച്ചപ്പോൾ ഞങ്ങളെ കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞ മുനാഫിക്കുകൾ ആരാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ തന്നെയാണ് അല്ലാഹു നിങ്ങൾക്ക് ഉഹദിൽ പരാജയം തന്നത്. അത് പരാജയമല്ല, അതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഉഹദിന് ശേഷം നന്മയും തിന്മയും വേർപിരിഞ്ഞു. ബദറിന് ശേഷം നന്മയും തിന്മയും വേർപിരിഞ്ഞു. നമ്മൾ ഒരു വിഷമമാണെന്ന് വിചാരിക്കുന്നതിൽ പോലും അല്ലാഹുവിന് നന്മയുണ്ടാകാം.
ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ ബീവിയെ സംബന്ധിച്ച് ഒരു മുഅ്മിനായ മനുഷ്യന് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത ഉമ്മുൽ മുഅ്മിനീനായ അല്ലാഹുവിന്റെ റസൂൽ എന്ന ത്വയ്യിബിന് നബി തങ്ങൾക്ക് കൊടുത്ത ത്വയ്യിബത്തായ സുദ്ദീഖ ബിൻതു സുദ്ദീഖ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയെ ബന്ധപ്പെടുത്തി വ്യഭിചാര ആരോപണം പറഞ്ഞുണ്ടാക്കിയ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ഹാദിസത്തുൽ ഇഫ്ക്, കള്ളപ്രചാരണം നടത്തിയ കാലം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നവർ, എന്നാൽ മുനാഫിക്കുകളായവർ നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെയാണ് ആയിഷ ബീവിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് പോലും വേദന ഉണ്ടാക്കിയ ആ ഒരു ദുഷ്പ്രചാരണം ഉണ്ടാക്കിയത്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ഇത് നിങ്ങൾക്ക് ശർറാണ്, ശിക്ഷയാണ്, മോശമാണ് എന്ന് വിചാരിക്കരുത്. ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഉണ്ടായ ഈ വിഷയത്തിൽ പോലും ബൽ ഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നന്മയുണ്ടതിൽ. അല്ലാഹു തആല പറയാ, എന്ത് നന്മയാണത്? ഒന്ന്, അഷ്റഫുൽ ഖൽഖിന്റെ സ്ഥാനം അല്ലാഹു ഉയർത്തി കാണിച്ചു, മുഅ്മിനീങ്ങൾക്ക് പാഠം കൊടുത്തു. എന്തെങ്കിലും ന്യൂസ് കേൾക്കുമ്പോഴേക്കും അങ്ങ് കമന്റ് ചെയ്യണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും അങ്ങ് പറഞ്ഞു പരത്തണ്ട, ഇല്ലാത്തത് അടിസ്ഥാനരഹിതമായത് പറയരുതേ. ആരാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഒരു ഫാസിഖ് ഒരു വർത്തമാനം കൊണ്ടുവന്നാൽ, ഈ ഫാസിഖ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഒരു ന്യൂസ് വന്നു, ശരിയാണോ എന്നറിയില്ല, മരിച്ചവനെ പിടിച്ചിട്ട് മരിച്ചില്ല എന്നും മരിച്ചവരും മരിക്കാത്തവൻ മരിച്ചെന്നും പല എന്തൊക്കെയാ മനുഷ്യന്മാര് പറഞ്ഞു വിടുന്നതെന്ന ഒരു ലക്കു ലഗാനുമില്ലാതെ എന്തൊക്കെ ന്യൂസുകളാണ്. ആദ്യം റിപ്പോർട്ട് ചെയ്ത ക്രെഡിറ്റ് കിട്ടണമെന്നാ ഓരോരുത്തർക്കും, അങ്ങോട്ട് പറയുന്നതാണ്. പിന്നെ ഫതബയ്യനൂ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, അങ്ങനെ തന്നെയാണോ? എന്തങ്ങോട്ട് പറയണ്ട, ആരെയും കുറ്റം പറയണ്ട. എന്തിന്? നമ്മൾ അന്വേഷിക്കാതെ ശരി തന്നെയാണോ? വെറുതെ വാരി വരിച്ച് എന്തിനാ പറയണത്? കുറെ അമലൊക്കെ വാട്സപ്പ് പോകും, അതൊക്കെ വേണമെങ്കിൽ ക്ലോസ് ചെയ്തോളൂ. നല്ല നിലക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ ക്ലോസ് ചെയ്യാൻ നല്ലത്. സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രസമായിരിക്കും ഉപയോഗിക്കാൻ, പക്ഷെ അതൊക്കെ ഇരുതല മൂർച്ചയുള്ള സാധനമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ക്ലോസ് ചെയ്തേക്ക്, വൈഫൈയും ഡാറ്റ ഒക്കെ ക്ലോസ് ചെയ്തേക്ക്, വേണ്ടാന്ന് വെച്ചേക്ക്. നന്മക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? യാ ഹബ്ബദ, വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ശുദ്ധമായ ഖുർആൻ പറയുന്നു, ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആളുകൾ കാര്യമറിയാതെ വിഷയം പറയരുത്, മുഅ്മിനീങ്ങളായ ആളുകൾ സത്യാവസ്ഥ മനസ്സിലാക്കാതെ വിഷയം പറയരുത്. ഇതുപോലെയുള്ള ഉപദേശങ്ങൾ ഉണ്ടായത് ആയിഷ ബീവിയുടെ സംഭവത്തിലൂടെയല്ലേ? അതുമാത്രമല്ല, അല്ലാഹുവിന്റെ അർശിനപ്പുറത്ത് നിന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശുദ്ധയാണെന്ന് പറയുന്ന അല്ലാഹുവിന്റെ വചനങ്ങൾ ഇറങ്ങി വന്നില്ലേ? നബി തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചാരിത്ര ശുദ്ധിയുടെ ഉദാത്ത മാതൃകകളാണെന്ന് വിശുദ്ധ ഖുർആൻ പാഠം നൽകിയില്ലേ? ഇതൊക്കെ ചർച്ച വന്നത് ആയിഷ ബീവിയുടെ വിഷയമുണ്ടായപ്പോഴല്ലേ? അത് സത്യത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലും നന്മയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കണം. നമ്മൾ വിചാരിക്കുന്ന രീതിയല്ല അല്ലാഹു നോക്കുന്നത്. രക്തസാക്ഷിയാവുന്നത്, ഒരാള് അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത്, നമ്മള് മരിച്ചല്ലേ അങ്ങനെ പറയാം. വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ നിങ്ങൾ മരിച്ചവരെന്ന് വിചാരിക്കരുതേ.
ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ അരികത്ത് അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു നൽകിയ ഔദാര്യങ്ങൾ ആസ്വദിച്ച് സന്തോഷിക്കുന്നവരാണ് ശുഹദാ. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം. ഇനിയും വരാനുള്ള ആളുകൾ അവരെന്താണ് വരാത്തത്, എന്റെ കൂട്ടുകാരെന്താണ് ഈ സ്ഥാനത്തേക്ക് എത്താത്തത് എന്ന് സന്തോഷത്തോടെ കാത്തിരിക്കുന്നവരെ. അല്ലാ ഖൗഫുൻ അലൈഹിം. ശുഹദാഇനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, അവർക്ക് പേടി വേണ്ട. വലാഹും യഹ്സനൂൻ. അവർക്ക് സങ്കടവുമില്ല. വരാൻ പോകുന്നതിനെ കുറിച്ചാണ് പേടി വേണ്ട. കഴിഞ്ഞതിനെ കുറിച്ചാണ് സങ്കടം, അതും വേണ്ട. ഇസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹി വഫളൽ വഅന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ. അല്ലാഹു ഇതൊരു സൗഭാഗ്യമായി കാണുമ്പോൾ മനുഷ്യരെന്തു പറയും? ജീവൻ പോയല്ലേ, ഇത്ര നല്ല സൗകര്യമുള്ള വീടായിരുന്നു നഷ്ടായല്ലേ, എന്തെല്ലാം സൗഭാഗ്യങ്ങളായിരുന്നു, ഒക്കെ തീർന്നില്ലേ. ശുഹദാഇനെ കുറിച്ച് അങ്ങനെ പറയല്ലേ, അവർ സൗഭാഗ്യം ചെയ്തവരാണെന്ന് വിശുദ്ധ ഖുർആൻ. സമ്പത്തുള്ളവരും ഇല്ലാത്തവരും എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞത് സൂറത്തുൽ ഫജ്റിൽ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു. ഒരു മനുഷ്യന് ആയത്തോതട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا. മനുഷ്യൻ പറയും ഇദാ മബ്തലാഹു റബ്ബുഹു. അല്ലാഹു പരീക്ഷിക്കുകയും. ശരിക്കും മനസ്സിലാക്കുക, പൈസ ഉണ്ടാകുമ്പോ, സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് തോന്നുന്ന ചില വീക്ക്നെസ്സുകളുണ്ട്. അല്ലാഹു സമ്പത്ത് നൽകുമ്പോൾ മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറാറുണ്ട്. പൈസ ഉണ്ടാകുമ്പോൾ ഒരുപാട് നല്ല ശീലങ്ങൾ മാറി ദുശ്ശീലങ്ങളിലേക്ക് പോവാറുണ്ട്, അല്ലേ? മനുഷ്യൻ ഇദാ മബ്തലാഹു റബ്ബുഹു, അവന്റെ രക്ഷിതാവ് അവനെ പരീക്ഷിക്കുകയും ഫഅക്റമഹു, അവന് മാന്യത നൽകുകയും വനഅമഹു, അവന് ഭൗതിക സുഖ സൗകര്യങ്ങൾ നൽകുകയും ചെയ്താൽ എന്താ മനുഷ്യൻ പറയാ? ഫയഖൂൽ റബ്ബി അക്റമൻ. എന്റെ രക്ഷിതാവ് എന്നെ ബഹുമാനിച്ചിട്ടോ, എന്നൊക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം കണ്ടില്ലേ സൗകര്യങ്ങൾ, അതൊക്കെ അള്ളാഹ് തന്നത് എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ എന്ന് മനുഷ്യൻ പറയും. അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞത് ഇദാ മബ്തലാ, അവനെ പരീക്ഷിച്ചു കൊടുക്കുകയാണത്. മുതൽ കൊടുത്താൽ എന്ത് ചെയ്യും എന്നറിയാനായി കൊടുക്കണത്. മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ട് തന്നെ അവന്റെ റിസ്ഖ് അല്ലാഹു സങ്കുചിതമാക്കി കൊടുത്താൽ, ജോലി നഷ്ടപ്പെട്ടു, മക്കളെ വിസ ക്യാൻസലായി, കച്ചവടം നഷ്ടായി, കടബാധ്യത വന്നു, പ്രയാസം വന്നു, ആകെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ വരുമ്പം പറയും റബ്ബി അഹാനൻ, എന്റെ പടച്ചോൻ എന്നെ ആകെ നാണം കെടുത്തി കേട്ടോ എന്ന് മനുഷ്യൻ പറയുന്നു. ഖല്ലാ, ഇത് രണ്ടും ശരിയല്ല എന്ന് അല്ലാഹു തആല. ഖല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല വിഷയം. സമ്പത്ത് നൽകുന്നതോ നൽകാതിരിക്കുന്നതോ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ അടയാളമല്ല. അള്ളാഹു ദാരിദ്ര്യം നൽകുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടുമല്ല. ഒരുപാട് ആളുകൾക്ക് സമ്പത്ത് അല്ലാഹു അഴിച്ചിട്ട് കൊടുക്കുന്നത് ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് ആലു ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെയായിരിക്കും, കുറെ തെറ്റ് പോകുന്ന മാക്സിമം എക്സ്റ്റെന്റ് വരെ അവൻ പോവട്ടെ, ഇതായിരിക്കും അല്ലാഹു നോക്കുന്നുണ്ടാവുക. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര് അങ്ങനെയായിരിക്കും ചിന്തിക്കുക, പരമാവധി കുരുത്തക്കേട്. അതിനുള്ള ഈ വല്ലാണ്ട് ഫിത്ന ചെയ്യുന്നവരുടെ മരിക്കൂല. കണ്ടിട്ട് നിങ്ങള് കുരുത്തക്കേടും ഫിത്തിനുള്ളവര് എത്ര കാലാ ജീവിക്കണേ. നല്ല നല്ല മനുഷ്യന്മാരൊക്കെ അങ്ങനെ മരിച്ചു പോകണ്ടിട്ടില്ലേ?
എന്നാൽ അയൽവാസിക്ക് ഉപദ്രവം ചെയ്യുന്നവര്, കുടുംബത്തിൽ ഇയാൾ മരിച്ചിട്ടേ കുടുംബം നന്നാകൂലോ എന്ന് വിചാരിച്ച അടുത്ത കാലത്ത് നിങ്ങൾ മരിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാ. എത്ര ആളുകളുണ്ട് അങ്ങനെ? എത്ര ആളുകളുണ്ട്? എത്രയേറെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഹിദായത്തും സന്മാർഗവും സൽബുദ്ധിയും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പറയാണ്, ഖല്ല, ആയുസ് കുറെ ഉണ്ടായി നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് വലിയ ഭാഗ്യമാണ്. ആയുസ് കുറെ ഉണ്ടായി ഒരുപാട് ഫിത്തന ചെയ്തു, കുറെ മഹല്ല് കുട്ടിച്ചോറാക്കി, ഒരു കാര്യമില്ല. അതൊക്കെ വലിയ വലിയ ഫിത്തനയാണ്, വലിയ വലിയ പരീക്ഷണമാണ്. കുറെ കാലം ജീവിച്ചു നന്മ ചെയ്യാൻ, കുറെ കാലം ജീവിച്ചു കുറെ ഫിത്തനകൾക്ക് നേതൃത്വം കൊടുത്തു, എത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ കുറ്റമാണ്. എന്തായിരിക്കും അതിന്റെ കാഠിബത്ത്? കുറച്ചു കാലം ജീവിച്ചുള്ളൂ, പക്ഷെ അവസാന സെക്കൻഡ് വരെ ദീനിന്റെ ഖിദ്മത്തിലാണ്. നല്ലൊരു ഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു മരണം കിട്ടി. എന്തൊരു വലിയ സൗഭാഗ്യമാണ്, എന്ത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു തആല നോക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ അമലിലേക്കാണ്, തറവാട്ടിലേക്കല്ല. കുടുംബ മഹിമയല്ല വിഷയം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അപ്പം എന്താ ആലോചിക്കുക? ചെറുക്കൻ എന്താ ബിസിനസ്, അല്ലേ? എന്താ വരുമാനം, എന്താ ജോലി? പണ്ടൊക്കെ ഗൾഫിലാന്ന് പറഞ്ഞാൽ അവിടെ വീഴിയിരുന്നു. ഇപ്പൊ ഗൾഫൊക്കെ ഒരുവിധമൊക്കെ എല്ലാവരും കണ്ടു പരിചയമുള്ളതുകൊണ്ട് അവിടെ എന്താ ഏർപ്പാട്? ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ? ലീവ് കിട്ടലുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുമോ? അറബിന്റെ തന്നെ ബന്റെ തന്നെയാണോ? എന്താ ഇപ്പൊ ഏർപ്പാട്? ഇതൊക്കെ ഡീറ്റെയിൽസ് അറിയണം. മുമ്പ് അങ്ങനെയൊന്നല്ല. ഗൾഫ് ശരി, നമ്മള് എന്നാലും വീക്ഷണങ്ങൾ ഇതൊന്നും നോക്കണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു ചെറുപ്പക്കാരന്റെ ദീനും അവന്റെ സൽസ്വഭാവവും സത്യസന്ധതയും മനസ്സിലാക്കാതെ മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. എഞ്ചിനീയറും ഡോക്ടറേയും കിട്ടിയാൽ മതി. ചിലർക്ക് അങ്ങനെ ആഗ്രഹമുള്ളൂ, ഒരു എഞ്ചിനീയറെ ഡോക്ടറെ കിട്ടണം. അത് നല്ലൊരു ചെറുപ്പക്കാരനാവണം, അവനിൽ നന്മ വേണം. പിന്നെ നല്ല തറവാടും കൂടായി, സോനെ പർ സുഹാഗ, അത് നന്നായി. നന്മക്ക് മീത നന്മയാണ്. പക്ഷെ ആദ്യം കൊടുക്കേണ്ട പ്രയോറിറ്റി ദീനിനാണെന്നാണ്. തറവാടൊക്കെ അതിന്റെ ശേഷമേ വരുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു വിഷയം, സുഇല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യം വന്നു, അയ്യുന്നാസി അക്റമു, ആരാ നബിയെ ഏറ്റവും വലിയ മാന്യനാരാണ്? ഒരു കരീമായി ജീവിക്കുക, ഒരു മാന്യനായി ജീവിക്കുക മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്. മാന്യത ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന അധ്വാനം കൊണ്ടാ കിട്ടുക. അത് പോകാൻ ചിലപ്പോൾ ഒറ്റ സെക്കൻഡ് മതിയാവും. വലിയൊരു ഉപദേശം. എൻ്റെ ഉപ്പ, അദ്ദേഹം ഒരു പണ്ഡിതനൊന്നുമല്ല, പക്ഷേ പറയാറുണ്ട്, എപ്പോഴും പറയും, മോനെ, ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാലം അധ്വാനിക്കണം, ഒരുപാട് അധ്വാനിക്കേണ്ടി വരും, ഒരുപാട് കാലം അധ്വാനിക്കണം. പക്ഷെ അത് പോവാൻ വലിയ പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് കളയാൻ പറ്റും. ഒരുപാട് കാലം നമ്മൾ അധ്വാനിക്കേണ്ടി വരും. തങ്ങളോടൊരു ക്യാപ്സ്യൂള് പോലെ ചോദിക്കുകയാണ് അവര്, നബിയെ അതൊക്കെ കിട്ടാൻ വലിയ വകുപ്പ് എന്താണ്? ആരാ നബി അക്റമുന്നാസ്? പക്ഷെ അന്ന് അറബികൾ വല്യാപ്പ ആരാണെന്ന് നോക്കിയിട്ട് അഭിമാനം പറയുന്ന ആളാണ്. ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജാമഅത്നാ യാ ജരീറുൽ മജാമിഉ. ജരീറിന്റെയും ഫറസ്ദഖിന്റെയും കവിതകൾ, രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്. അവര് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, രണ്ടാളും ഒരുമിച്ച് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അവിടെ കവിത വലിയ രസമാണ്. ആദ്യകാലത്തെ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയിരുന്നു. എന്റെ വാപ്പാനെ കണ്ടോ, എന്റെ വല്യാപ്പാനെ കണ്ടോ? ഉലൈക ആബാഇ യാ ജരീർ, ഇവരെ പോലെ വാപ്പാരും വല്യാപ്പാരും നിനക്കുണ്ടോ ഒന്ന് കാണിച്ചുകൊണ്ട. ഫറസ്ദഖ് അങ്ങോട്ട്, അപ്പൊ ജരീറിന്റെ വക ഇങ്ങോട്ട്. ഇങ്ങനെ വല്യാപ്പാരെ പറഞ്ഞിട്ട് വല്യാപ്പാർക്ക് ആനുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നബിതങ്ങളോട് ഇവർ ചോദിച്ച ചോദ്യത്തിന്റെ ഉൾക്കാമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതൊക്കെ കബീലക്കാരാണ് നല്ലവര് എന്നറിയാനാണ്. പക്ഷെ തങ്ങൾ മറുപടി പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും, ഇവരിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവരാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും അന്യന്മാർ. അപ്പോൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ ഇതല്ല ചോദിച്ചത്, നബിയെ ലൈസ അൻ ഹാദാ നസ്അലുക, ഞങ്ങൾ ഇതല്ല നബിയെ ചോദിക്കുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. നബി ഞങ്ങൾ അതല്ല ചോദിച്ചത്. അപ്പൊ നബി ഞങ്ങളുടെ മറുപടി, ഫഅക്റമുന്നാസി, ഏറ്റവും മാന്യനായ ആൾ ആരാണ് പറഞ്ഞു തരട്ടെയോ? യൂസുഫ് നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹ്. ഏറ്റവും വലിയ മാന്യൻ യൂസുഫ് നബിയാണ്. അൽ കരീമു ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. യൂസുഫ് നബിയാണ് ഏറ്റവും മഹത്വം കിട്ടിയ ആൾ, അക്റമുന്നാസ്.
എന്തേ? തറവാട് കൊണ്ടുള്ള മഹിമ പറയുകയാണെങ്കിൽ അത് ആർക്കാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ്. എന്തുകൊണ്ട്? വാപ്പ നബിയാണ്, വല്ലിപ്പ നബിയാണ്, വല്ലിപ്പാന്റെ ഉപ്പ നബിയാണ്. അപ്പൊ അവര് പറഞ്ഞു, പൊന്നാര നബി, ഞങ്ങൾ അതുമല്ല ചോദിക്കണത്, ഞങ്ങളെ കൂട്ടത്തേക്കുള്ള നാട്ടിലെ തറവാടുണ്ടല്ലോ, അതിനെ പറ്റിയാണ് ചോദ്യം. അറബികളുടെ നിധികളെ, ഖനികളെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അറബികളുടെ ആണ്ടുപൂണ്ട് കിടക്കുന്ന തറവാട് മഹിമയെ കുറിച്ചാണോ ചോദിക്കുന്നത്? അറബികളുടെ നേതാക്കന്മാരെ കുറിച്ചാണോ ചോദ്യം? അതേ നബിയെ. എന്നാൽ ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യതി ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. നബി തങ്ങൾ പറയാ, എപ്പോ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ആരൊക്കെയായിരുന്നോ അറേബ്യയിലെ നേതാക്കന്മാർ, അവർ ഇസ്ലാമിലേക്ക് വന്നാലും നേതാക്കന്മാർ തന്നെയാണ്. ഇദാ ഫഖഹു, അവർക്ക് എന്തുണ്ടായാൽ, ദീനിന്റെ ഫിഖ് മനസ്സിലായാൽ, ദീൻ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ, ഇസ്ലാമും ഉണ്ടെങ്കിൽ പഴയ നേതാക്കന്മാർ ഇസ്ലാമിലും നേതാക്കന്മാർ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേതൃത്വത്തിന് 2 മാനദണ്ഡമാണ്. നബി തങ്ങൾ തറവാടൊന്നും പിടുത്തം കൊടുത്തില്ല. ഇനി തറവാടിനെ പറ്റി ചോദിച്ചൊരു സംഭവമുണ്ട്. ഉയൈനത്ത് ബിനു ഹിസ്ൻ അൽ ഫിസാരി റളിയല്ലാഹു തആല അൻ, മഹാനായ ഉയൈനത്ത് ബിൻ ഹിസ്ൻ എന്നവർ അല്ലാഹുവിന്റെ റസൂലുമായി നടന്ന ഒരു നല്ല രസകരമായ ഒരു സംഭാഷണമുണ്ട്. നബി തങ്ങൾ ഒരു സൈന്യം അയക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ തങ്ങളുടെ അടുത്തുണ്ട് ഉയൈനത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, ഉയൈന, അദ്ദേഹം ഒരു അറാബിയാണ്, ഇസ്ലാമിക്ക് അടുത്ത് വന്നിട്ടേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഉയൈന അന അഫ്റസു ബിൽ ഖൈലി മിൻക, നിങ്ങളുടെ ഈ കുതിരയെ നിങ്ങളെക്കാളും വേഗത്തിൽ ഓടിക്കാൻ എന്നെ കൊണ്ട് കഴിയും കേട്ടോ. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനമൊക്കെ ഓടിക്കുന്ന കുഴപ്പമില്ല. നബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാഹനമൊക്കെ ഓടിച്ചിട്ടുണ്ട്. അന്നത്തെ ഒട്ടകവും അന്നത്തെ ഖൈലും. അന അഫ്റസുന്നാസി മിൻക ഉയൈന, നിങ്ങളൊക്കെ ഞാൻ തോൽപ്പിക്കും ഉയൈന, എന്റെ കുതിരപ്പുറത്ത് ഞാൻ നിങ്ങളെക്കാളും വേഗത്തിൽ. അദ്ദേഹം നജ്ദുകാരനാണ്. പിശാചിന്റെ 2 കൊമ്പുകൾ നജ്ദിന്റെ ഭാഗത്ത് നിന്ന്, ഇന്നത്തെ റിയാദിന്റെ പരിസരമാണത്, അവിടെ നിന്നാണ് പൊങ്ങി വരുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ നജ്ദിന്റെ ആളാണ് ഉയൈനത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹു. അപ്പൊ തങ്ങൾ ഇത് പറഞ്ഞപ്പോ അറബികളല്ലേ, വിട്ടുകൊടുക്കൂലല്ലോ. അത് പറഞ്ഞു, വഅന അഫ്റസു ബിർരിജാലി മിൻക, നബിയെ നിങ്ങളുടെ സ്വഹാബികളിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ആരുണ്ടാവില്ല. തങ്ങളെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല, പക്ഷെ തങ്ങളുടെ സ്വഹാബികളിൽ എന്റെ ഒപ്പെത്താൻ പറ്റുന്നവരുണ്ടാവില്ല കുതിരയോട്ടത്തിൽ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത് എങ്ങനെ? അന്നേരം ഉയൈനത്ത് ബിൻ ഹിസ്ൻ ബിൻ ബദ്ർ അൽ ഫിസാരി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഖൈറുർ റിജാലി, ഏറ്റവും നല്ല ആളുകൾ, റിജാലുൻ യഹ്മിലൂന സുയൂഫഹും അലാ അവാതിഖിഹിം, തോളുകളിൽ വാളും കൊണ്ട് നടക്കുന്ന ആളുകൾ, ജാഇലീന റിമാഹഹും അലാ മസാനിദ് ഖുയൂലിഹിം, കുതിരപ്പുറത്ത് അമ്പുകളുമായി വില്ലുമായി നടക്കുന്നവരെ, കുന്തവുമായി നടക്കുന്നവരെ, ലാബിസുൽ ബുറൂദ്, പുതപ്പ് ധരിച്ചവരെ, മിൻ അഹ്ലി നജ്ദ്, നജ്ദിൽ നിന്ന് വരുന്ന ഈ ചുണക്കുട്ടികളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടാവും നബിയേ? നജ്ദുകാരെ പോരിശാണ് അദ്ദേഹം പറയുന്നത്, ഉയൈന റളിയല്ലാഹു അൻഹു. ഇനി തങ്ങൾ പറയാൻ പോകുന്നത്, ഉയൈന കുതിരയുടെ വേഗതയോ, ഞാനോ നിങ്ങളോ ഓടിക്കുന്ന വാഹനത്തിന്റെ മികവോ, ഇതൊന്നും അല്ല ഉയൈന വിഷയം. ഇസ്ലാമിലേക്ക് നജ്ദുകാരാണോ ആദ്യം വന്നത്? എങ്കിൽ അവർ നല്ലവരാണ്. ദീൻ അള്ളാഹുവിനെ സ്വീകരിച്ചവരാരാണ്? അവർക്ക് ഇവിടെ സ്ഥാനമുള്ള ഉയൈന. നിങ്ങൾ നജ്ദുകാര് തണുപ്പുള്ളവരാണ്, അതുകൊണ്ട് പുതപ്പ് ധരിക്കുന്നവരാണ്, കുന്തം കൊണ്ട് നടക്കുന്നവരാണ്. ഇതൊന്നുമല്ല വിഷയം. നബി തങ്ങൾ പറഞ്ഞു, കദബത, നിങ്ങൾ പറഞ്ഞത് നുണയാണ്, സത്യമല്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ ഖൈറുർ റിജാലി റിജാലു അഹ്ലിൽ യമൻ, ഏറ്റവും നല്ല ആളുകൾ യമനികളാണ്, യമനുകാരാണ്. റിജാലു അഹ്ലിൽ യമൻ, മഹാനായ ശംസുൽ ഉലമയുടെ, മഹാനായ പാണക്കാട് സയ്യിദന്മാരുടെയൊക്കെ വംശപരമ്പര യമനിൽ നിന്ന് വന്നവരാണ്. റിജാലു അഹ്ലിൽ യമൻ വൽ ഈമാനു യമാനിൻ, ഈമാൻ യമനുകാരുടേതാണ്. ഇലാ ലഹ്മിൻ വജുദാമ വആമില വമഅകൂലു ഹമീരിൻ ഖൈറും മിൻ ആകിലിഹാ,
ഓരോ കബീലകളെ മഅ്കൂൽ ഖബീല ആക്കിൽ ഹമീരിനേക്കാളും ഖൈർ വഹദറമൗത്ത് ഖൈറും മിൻ ബനിൽ ഹാരിസ് ഹദറമൗത്ത് ബനുൽ ഹാരിസിനേക്കാളും നല്ലവരാണ് വഖബീലതു ഖൈറും മിൻ ഖബീല വഖബീലതു ശർറും മിൻ ഖബീല ഓരോ ഖബീലയെ നിബിതങ്ങൾ ഇന്നതിനേക്കാളും നല്ലത് ഇന്ന തറവാടിനേക്കാളും നല്ലത് എന്ന് നിബിതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിബിതങ്ങളുടെ മാനദണ്ഡം ഇവരിൽ ആരാണോ അള്ളാഹുവിന്റെ സന്ദേശം ആദ്യം സ്വീകരിച്ചത് അവരെ നോക്കിയിട്ടാണ്.